രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിൻഗ്രാഡ് എന്ന പട്ടണം പിടിച്ചെടുക്കാൻ വന്ന നാസി പട്ടാളത്തിന് മുന്നിൽ സോവിയറ്റ് റെഡ് ആർമിയുടെ കുന്തമുനയായി നിന്നൊരു പട്ടാളക്കാരനുണ്ടായിരുന്നു. തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും മറ്റും പതുങ്ങിയിരുന്ന ഏകദേശം 200-ലധികം വരുന്ന ജർമ്മൻ പട്ടാളക്കാരെ കൊന്ന് നാസി പടയുടെ പേടി സ്വപ്നമായി മാറിയ സോവിയറ്റ് സ്നൈപ്പർ വസിലി സൈറ്റ്സേവ്. ഗത്യന്തരമില്ലാതെ അയാളെ നേരിടാനായി നാസി പട്ടാളം ഇറക്കിയതാകട്ടെ വസിലിയേക്കാൾ മികച്ച മറ്റൊരു സ്നൈപ്പറിനെയായിരുന്നു, മേജർ എർവിൻ കോണിക്. രണ്ടു പക്ഷങ്ങളിലുമായി ആയിരക്കണക്കിന് പട്ടാളക്കാർ പങ്കെടുത്തിരുന്ന ആ മഹായുദ്ധത്തിൽ വസിലിയെ കൊല്ലുക എന്നത് മാത്രമായിരുന്നു കോണിക്കിൻ്റെ ലക്ഷ്യം. നാടകീയതയ്ക്കായി പല രംഗങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മഹായുദ്ധകാലത്ത് സോവിയറ്റ് ജനതയുടെ വീരനായകനും പ്രതീക്ഷയുമായി മാറിയ വസിലി സൈറ്റ്സേവ് എന്ന പട്ടാളക്കാരൻ്റെ കഥയാണ് 2001 പുറത്തുവന്ന എനിമി അറ്റ് ദ ഗേറ്റ്സ് എന്ന സിനിമ. കഥ ആരംഭിക്കുന്നത് 1920കളിലെ ഒരു ശൈത്യകാലത്ത് സോവിയറ്റ് യൂണിയനിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. യൂറൽ പർവ്വതങ്ങൾക്ക് താഴെ മഞ്ഞ് പുതച്ചു കിടക്കുന്ന ആ കാട്ടിൽ തൻ്റെ കൊച്ചുമകൻ വസിലിയെ റൈഫിൾ പരിശീലിപ്പിക്കുകയാണ് അവൻ്റെ മുത്തച്ഛൻ. തങ്ങളുടെ മുന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന തങ്ങളുടെ കുതിരയെ ആക്രമിക്കാൻ വരുന്ന ചെന്നായയെ വെടിവെച്ചിടുകയാണ് വസിലിയുടെ ലക്ഷ്യം. മുത്തച്ഛൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് കണ്ണ് ചിമ്മാതെ കൈവിറയ്ക്കാതെ അവൻ ആ റൈഫിളും ചൂണ്ടി ആ ചെന്നായെ ലക്ഷ്യം വെച്ച് നിൽക്കുന്നു. ചെന്നായ മുന്നോട്ട് കുതിച്ചതോടെ അവൻ തോക്കിൻ്റെ കാഞ്ചി വലിച്ചുവെങ്കിലും വസിലിയുടെ ലക്ഷ്യം തെറ്റി. പെട്ടെന്ന് തന്നെ മുത്തച്ഛൻ ആ തോക്ക് വാങ്ങി ചെന്നായെ വെടിവെച്ചിട്ടതുകൊണ്ട് തങ്ങളുടെ ആ കുതിര ചത്തില്ല. സാധാരണ ഒരു ആട്ടിടയ കുടുംബത്തിൽ ജനിച്ച ആ കൊച്ചു ബാലനെന്ന് ചെറിയൊരു അബദ്ധം പിണഞ്ഞതാണെങ്കിലും വസിലിയുടെ മനസ്സിൽ അതൊരു വലിയ പരാജയമായിരുന്നു. താൻ പരാജയപ്പെട്ടുവെന്ന് തോന്നലുണ്ടായതുകൊണ്ടായിരിക്കണം വീണ്ടും അവൻ നിരന്തര പരിശീലനം തുടർന്നു. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അലയൊലികൾ അടങ്ങും മുന്നേ ലോകം രണ്ടാം മഹായുദ്ധത്തിലേക്ക് കാലെടുത്തു വെച്ചു. യുദ്ധത്തിൻ്റെ പകുതിയോടെ ഹിറ്റ്ലറുടെ നാസി ബോട്ടുകൾ പടിഞ്ഞാറൻ യൂറോപ്പിനെ ആകെ ചവിട്ടിമെതിച്ച് കിഴക്ക് സോവിയറ്റ് യൂണിയനിലേക്ക് കടന്നു കയറി കഴിഞ്ഞിരുന്നു. 1942 മധ്യത്തോടെ യുദ്ധം വോൾഗ നദിക്കരയിലുള്ള സ്റ്റാലിൻഗ്രാഡ് എന്ന പട്ടണത്തിലേക്ക് വ്യാപിച്ചു. നാസികളാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പട്ടണത്തിലേക്കാണ് സോവിയറ്റ് റെഡ് ആർമിയുടെ പട്ടാളക്കാരെയുമായ തീവണ്ടി കുതിച്ചു പായുന്നത്. 100 കണക്കിന് വരുന്ന പട്ടാളക്കാർക്കൊപ്പം വസിലിയും ഉണ്ടായിരുന്നു. യാത്രയിലുടനീളം തൻ്റെ അരികിൽ പുസ്തകം വായിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു വസിലി നോക്കിക്കൊണ്ടിരുന്നത്. തലയുയർത്തി ഇടയ്ക്ക് അവളെ നോക്കിയപ്പോൾ കണ്ണു വെട്ടിച്ചുവെങ്കിലും വീണ്ടും അവളെ നോക്കാതിരിക്കാൻ വസിലിക്ക് കഴിഞ്ഞില്ല. തീവണ്ടി അങ്ങനെ സ്റ്റാലിൻഗ്രാഡ് പട്ടണത്തിനടുത്തുള്ള മറ്റൊരു സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴാണ് സിവിലിയൻസ് എല്ലാം ഈ സ്റ്റേഷനിൽ ഇറങ്ങണമെന്നും തീവണ്ടി ഇനി സ്റ്റാലിൻഗ്രാഡിലേക്കുള്ള മിലിറ്ററി കോൺവോയ് ആണെന്നുമുള്ള മുന്നറിയിപ്പ് വന്നത്. മുന്നറിയിപ്പ് കേട്ട ഉടനെ തന്നെ ആ പെൺകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ആ ട്രെയിനിൽ നിന്നിറങ്ങി കൂടുതൽ പട്ടാളക്കാർ അതിലേക്ക് കയറി. വലിയ ടാങ്കുകളും തോക്കുകളും ഘടിപ്പിച്ച് സായുധമായ തീവണ്ടി യുദ്ധമുഖത്തേക്ക് പോകുമ്പോഴും വസിലി ആ പെൺകുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും അങ്ങനെ ആ തീവണ്ടി കുതിച്ചു പാഞ്ഞ് സ്റ്റാലിൻഗ്രാഡിലേക്കെത്തി. വാതിൽ തുറന്ന് നദിക്കക്കരെയുള്ള യുദ്ധത്തിൻ്റെ കാഴ്ച കണ്ട പട്ടാളക്കാർ ട്രെയിനിൽ നിന്നിറങ്ങാൻ പോലും മടിച്ചു. ദൂരെ ഒരു പട്ടണമാകെ കത്തിയെരിയുന്നതിൻ്റെ കറുത്ത പുക അന്തരീക്ഷം മൂടിയിരിക്കുന്നു. യുദ്ധവിമാനങ്ങളുടെയും അവ വർഷിക്കുന്ന ബോംബുകളുടെയും തോക്കുകളുടെയും ശബ്ദം അവിടെ മാകെ നിറഞ്ഞു നിൽക്കുന്നു. വോൾഗ നദി എന്ന് സോവിയറ്റ് പതാകയേക്കാൾ ചുവന്നിരുന്നു. പുതുതായി വന്ന പട്ടാളക്കാരെ റെഡ് ആർമി ഉദ്യോഗസ്ഥർ തോക്കു ചൂണ്ടി ബോട്ടുകളിലേക്ക് കുത്തി നിറച്ചു. തങ്ങൾക്ക് തൊട്ടുമുന്നിൽ പോകുന്ന ബോട്ടുകളിലേക്ക് ബോംബുകൾ വന്ന് പതിക്കുന്നതും അവ ചിന്നിച്ചിതറുന്നതും നദിയിൽ ഒഴുകി നടക്കുന്ന മൃതദേഹങ്ങളും കണ്ട പട്ടാളക്കാർ ഭയന്നു വിറച്ചു. പെട്ടെന്ന് അതുവഴി പറന്നു വന്ന ജർമ്മൻ യുദ്ധവിമാനങ്ങൾ ആ ബോട്ടുകൾക്ക് നേരെ നിറയൊഴിക്കുകയും ബോട്ടുകളിലുണ്ടായിരുന്ന അനേകം പട്ടാളക്കാർ മരിച്ചു വീഴുകയും ചെയ്യുന്നുണ്ട്. വോൾഗ നദിക്കപ്പുറം കത്തിയെരിയുന്ന നരകത്തിലേക്ക് പോവാൻ ഭയന്ന പട്ടാളക്കാരിൽ ചിലർ നദിയിലേക്ക് എടുത്ത് ചാടിയെങ്കിലും ഭീരുക്കൾ ജന്മനാടിന് അപമാനമാണ് എന്ന് പറഞ്ഞ് അവർക്കൊപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ തങ്ങളുടെ പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ജീവനോടെ ശേഷിച്ചവരുടെ നിർഭാഗ്യമെന്നോണം ആ ബോട്ടുകൾ അക്കരെ കടക്കുകയും ചെയ്തു. തീരത്ത് തന്നെ ആ പട്ടാളക്കാർക്ക് തോക്കുകൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. തോക്കുകൾ കുറവായിരുന്നത് കൊണ്ട് തന്നെ ഒരാളുടെ കയ്യിൽ തോക്കും പിന്നിലുള്ളവന് ബുള്ളറ്റുകളുമാണ് അവർ നൽകിയത്. തോക്കുമായി മുന്നിൽ പോകുന്നവൻ മരിച്ചു വീഴുമ്പോൾ ബുള്ളറ്റുള്ളവൻ ആ തോക്കെടുത്ത് വെടിവെക്കണമെന്ന് റെഡ് ആർമിയിലെ ഒരു ഓഫീസർ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ വസിലിക്ക് കിട്ടിയത് ബുള്ളറ്റുകളായിരുന്നു. തങ്ങൾക്ക് മുന്നിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാതെ ആ പാവം പട്ടാളക്കാർ തോക്കുകളും ബുള്ളറ്റുകളുമായി അവിടുത്തെ കുന്നിൻ മുകളിലേക്ക് നടന്നു കയറി. കുന്നിനപ്പുറം കൈനിറയെ തോക്കുകളും ബുള്ളറ്റുകളും വലിയ ടാങ്കുകളുമായി നാസി പട്ടാളം സുസജ്ജരായിരുന്നു.
ഞങ്ങളല്ല നിങ്ങളുടെ ശത്രുക്കൾ. ജോസഫ് സ്റ്റാലിനുമായുള്ള ബോൾഷെവിക് കൂട്ടങ്ങളുമാണ്. നിങ്ങളിപ്പോൾ തന്നെ ആയുധങ്ങൾ താഴെ വെച്ച് മടങ്ങിപ്പോകുവാൻ നാസികൾ സോവിയറ്റ് പട്ടാളത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ മടങ്ങിപ്പോയാലും മരണമാണെന്നറിയാവുന്ന സോവിയറ്റ് പട്ടാളക്കാർ ഉച്ചത്തിൽ അലറിക്കൊണ്ട് കയ്യിൽ ആവശ്യത്തിന് തോക്കുകൾ പോലുമില്ലാതെ നാസി പടയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. നാസികളുടെ ടാങ്കുകളും തോക്കുകളും തീതുപ്പിയതോടെ സോവിയറ്റ് പട്ടാളം ഛിന്ന ഭിന്നമായി. തോക്കുമായി മുന്നിൽ പോയവർ വെടിയേറ്റ് വീണപ്പോൾ ആ തോക്കെടുത്ത് വീണ്ടും വെടിവെക്കാൻ കഴിയും മുന്നേ പിന്നിലുള്ള പട്ടാളക്കാരും അവിടെ വെടിയേറ്റ് വീണു. വസിലിക്ക് അപ്പോഴും ഒരു തോക്ക് കിട്ടിയിരുന്നില്ല. വെടിയേൽക്കാതെ ഒരുവിധമേള യുദ്ധമുഖത്തുകൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിമിഷ നേരം കൊണ്ട് തന്നെ അവിടേക്ക് പാഞ്ഞെടുത്ത സോവിയറ്റ് പട്ടാളക്കാരിൽ അധികം പേരും മരിച്ചു വീണു കഴിഞ്ഞിരുന്നു. മുന്നിൽ മരണം മാത്രമാണ് എന്ന് മനസ്സിലായപ്പോൾ പട്ടാളക്കാരിൽ ചിലർ തിരിഞ്ഞോടിയെങ്കിലും ഭയന്ന് തിരികെ ഓടിയെത്തുന്ന തങ്ങളുടെ സ്വന്തം സഖാക്കളെ റെഡ് ആർമിയിലെ ഉദ്യോഗസ്ഥർ തന്നെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. വെടിയൊച്ചകളും അലർച്ചകളും മാത്രം നിറഞ്ഞു നിന്ന ചത്തുരം നിമിഷ നേരം കൊണ്ട് തന്നെ നിശബ്ദമായി. കുറച്ച് സമയത്തിന് ശേഷം നിശബ്ദമായി കിടന്നിരുന്ന ചത്തുരത്തിലേക്ക് അതിവേഗത്തിൽ പാഞ്ഞെടുത്തൊരു കാറ് നാസി ടാങ്കുകൾ വെടിവെച്ച് തകർത്ത് കളയുന്നുണ്ട്. പക്ഷേ ആ സ്ഫോടനത്തിന് ശേഷം അതിൽ നിന്നൊരാൾ ഇറങ്ങി രക്ഷപ്പെടുന്നത് ജർമ്മൻ പട്ടാളക്കാർ കണ്ടില്ല. സോവിയറ്റ് പട്ടാളത്തിന് ലഘുലേഖകൾ വിതരണം ചെയ്യാനെത്തിയ റെഡ് ആർമിയിലെ പൊളിറ്റിക്കൽ ഓഫീസർ കോമിസർ ഡാനിലോവ് ആയിരുന്നു അത്. ടാങ്കുകളുമായി നാസി പട്ടാളം അവിടെ പരിശോധന നടത്തുമ്പോൾ മരിച്ചു വീണ പട്ടാളക്കാർക്കിടയിൽ അനങ്ങാതെ ഡാനിലോവും കിടന്നു. കൊല്ലപ്പെട്ട പട്ടാളക്കാരുടെ ശരീരത്തിലേക്ക് നാസി പട്ടാളം വീണ്ടും വെടിയുതിർക്കുന്നുണ്ടെങ്കിലും ഭാഗ്യത്തിന് അതൊന്നും ഡാനിലോവിൻ്റെ ശരീരത്ത് കൊണ്ടില്ല. പട്ടാളക്കാർ അവിടെ നിന്ന് മടങ്ങി പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞാണ് നാസിപ്പടയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനുമായുള്ള ഒരു കൂട്ടാളിയും അവിടേക്ക് വരുന്നത്. തങ്ങൾ പിടിച്ചെടുത്ത ആ പ്രദേശത്ത് മരിച്ചു വീണ് കിടക്കുന്ന പട്ടാളക്കാർക്ക് നടുവിൽ നിന്ന് കുളിക്കുകയാണല്ലോ ലക്ഷ്യമെന്ന് ഡാനിലോവിന് മനസ്സിലായി. തൻ്റെ മുന്നിലെ ചെറിയ മതിൽക്കെട്ടിന് പിന്നിൽ പതുങ്ങിയിരുന്ന് ഡാനിലോവ് കയ്യിൽ കിട്ടിയ റൈഫിൾ എടുത്ത് അയാളെ വെടിവെച്ചിടാൻ ശ്രമിച്ചപ്പോഴാണ് റൈഫിൾ കാലിയാണെന്ന് അയാൾക്ക് മനസ്സിലായത്. ഡാനിലോവ് അങ്ങനെ ബുള്ളറ്റുകൾ തിരയുന്നതിനിടയ്ക്കാണ് വെടിവെക്കരുത് എന്ന് പതുങ്ങിയ ശബ്ദത്തിൽ ആരോ പറയുന്നത്. ഡാനിലോവിനെ പോലെ അവിടെ പതുങ്ങിയിരുന്നിരുന്ന വസിലിയായിരുന്നു അത്. വസിലി വേഗം തന്നെ ആ തോക്ക് വാങ്ങിയതിൽ തിരനിറച്ച് ഡാനിലോവിന് നൽകിയ ശേഷം സ്ഫോടനമുണ്ടാകുമ്പോൾ മാത്രം വെടിവെക്കാൻ അയാളോട് ആവശ്യപ്പെട്ടു. വെടിവെച്ച് അടുത്ത് നിൽക്കുന്നയാൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. പക്ഷെ അപ്പോഴും വെടിവെക്കാൻ ആത്മവിശ്വാസമില്ലായിരുന്ന ഡാനിലോവ് തോക്ക് വസിലിയെ തന്നെ തിരികെ ഏൽപ്പിച്ചു. വസിലി വെടിയുതിർക്കാനായി തോക്ക് തയ്യാറാക്കുമ്പോഴാണ് 3 നാസി പട്ടാളക്കാർ കൂടി അവിടേക്ക് എത്തുന്നത്. കൂടുതൽ പട്ടാളക്കാർ അവിടേക്ക് എത്തിയതോടെ ഇനി അവരെ എല്ലാം വെടിവെച്ചിടുക അസാധ്യമാണ് എന്ന് ഡാനിലോവ് കരുതി. പക്ഷേ താൻ തോക്ക് നൽകിയ പട്ടാളക്കാരൻ ആരായിരുന്നുവെന്ന് ഡാനിലോവിന് ശരിക്കറിയില്ലായിരുന്നു. മതിലിലെ ദ്വാരത്തിലൂടെ തോക്ക് ചൂണ്ടുന്ന വസിലി അവിടെ ആദ്യത്തെ സ്ഫോടനമുണ്ടായതോടെ വെടിയുതിർത്തു. വെടിയുണ്ട കൃത്യമായി ലക്ഷ്യം ഭേദിച്ചപ്പോഴും തൻ്റെ മേലുദ്യോഗസ്ഥൻ മരിച്ചു വീണത് അടുത്തു നിന്ന പട്ടാളക്കാരൻ അറിഞ്ഞില്ല. രണ്ടാമത്തെ സ്ഫോടന ശബ്ദത്തോടെ വീണ്ടും വസിലി വെടിയുതിർക്കുകയും കൃത്യമായി അത് ആ പട്ടാളക്കാരൻ്റെ നെറ്റി തുളയ്ക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ആ വെടിവെച്ചയും ഒപ്പമുള്ളവർ മരിച്ചു വീഴുന്നതും ശേഷിച്ച പട്ടാളക്കാർ കേട്ടില്ല. സമാനമായ രീതിയിൽ വസിലി ബാക്കിയുള്ള പട്ടാളക്കാരെയും വെടിവെച്ചിട്ടപ്പോൾ താൻ കണ്ട കാഴ്ച ഡാനിലോവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. റൈഫിൾ വസിലി തിരികെ കൊടുത്തപ്പോൾ ഡാനിലോവ് അത്ഭുതത്തോടെ അയാൾക്ക് കൈ നൽകി. ഡാനിലോവിൻ്റെ ഹാൻഡ് ഷേക്കിൽ സാധാരണ ഒരു പട്ടാളക്കാരനോട് ഒരു മേലുദ്യോഗസ്ഥന് തോന്നാവുന്നതിലധികം ബഹുമാനമുണ്ടായിരുന്നു. ശേഷം വസിലിയുമായി ഡാനിലോവ് പോകുന്നത് ഒരു പ്രിന്റിംഗ് പ്രസ്സിലേക്കാണ്. പ്രസ്സിലെത്തി ഇപ്പോൾ താൻ നേരിട്ട് കണ്ട ആ സംഭവം ഡാനിലോവ് ഒരു ലഘുലേഖയെ അച്ചടിച്ചു. യൂറൽ പർവ്വതങ്ങൾക്ക് താഴെ നിന്ന് വന്നൊരാട്ടിടയൻ വസിലി സൈറ്റ്സേവ് നിമിഷ നേരം കൊണ്ട് 5 ഫാഷിസ്റ്റുകളുടെ തല ചിതറിച്ചു കളഞ്ഞ കഥയായിരുന്നു ആ കടലാസിലുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും ആയിരക്കണക്കിന് പട്ടാളക്കാർക്കിടയിൽ തൻ്റെ കഥ മാത്രം എന്തിനാണ് ഡാനിലോവ് അച്ചടിച്ചത് എന്ന് വസിലിക്ക് മനസ്സിലായിരുന്നില്ല. സ്റ്റാലിൻഗ്രാഡ് അപ്പോഴും കത്തിയിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നാസിപ്പടയാകട്ടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു. പരാജയവും മരണവും ഉറപ്പിച്ച സോവിയറ്റ് പട്ടാളക്കാരാകട്ടെ യുദ്ധഭൂമിയിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. സാഹചര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നാസികൾ സ്റ്റാലിൻഗ്രാഡ് പിടിച്ചടക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാലിൻഗ്രാഡിലെ പോരാട്ടത്തിൻ്റെ നേതൃത്വം ജോസഫ് സ്റ്റാലിനെ ഏൽപ്പിക്കുന്നത് സാക്ഷാൽ നികിത ക്രൂഷ്ചേവിനെയാണ്. തൻ്റെ സ്വന്തം പേരിലുള്ള നഗരം കൈവിട്ടു പോവുക എന്നത് സ്റ്റാലിന് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഹിറ്റ്ലറും സ്റ്റാലിൻഗ്രാഡിൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടതും. സ്റ്റാലിൻഗ്രാഡ് വീണാൽ നമ്മുടെ രാജ്യം വീണുവെന്നാണ് അർത്ഥം. നമ്മുടെ പട്ടാളം ഇങ്ങനെ ഒളിച്ചോടുകയാണെങ്കിൽ അത് ഉടനെ സംഭവിക്കും. യാതൊരു കാരണവശാലും അത് അനുവദിച്ചുകൂടാ. നിങ്ങൾക്കെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എന്ന് ക്രൂഷ്ചേവ് തൻ്റെ പൊളിറ്റിക്കൽ ഓഫീസർമാരോട് ആരാഞ്ഞു. യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരെ കൂടുതൽ ക്രൂരമായി കൊന്നുകളയാമെന്നും
ശേഷിക്കുന്ന അവരുടെ കുടുംബങ്ങളെ നാടുകടത്താമെന്നും പട്ടാളക്കാരിൽ ചിലർ പറഞ്ഞുവെങ്കിലും അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് ക്രൂഷ്ചേവിന് അറിയാമായിരുന്നു. കാരണം ഇത്രയും നാൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ക്രൂഷ്ചേവ് ഇങ്ങനെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴാണ് ഡാനിലോവ് ഒരാശയം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് മുന്നിൽ 2 തരം മരണങ്ങൾ മാത്രമേ ഉള്ളൂ. ജർമ്മൻകാരുടെ തോക്കുകളാലും നമ്മുടെ തോക്കുകളാലും. പക്ഷേ മാതൃരാജ്യത്തോടുള്ള സ്നേഹവും അതിനുവേണ്ടി പോരാടാനുള്ള ധൈര്യവും പോരാടിയാൽ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയും അവർക്ക് നൽകാൻ സാധിച്ചാൽ നമ്മൾ ഈ യുദ്ധം ജയിക്കും. പക്ഷേ അതിനവർക്ക് നല്ല ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. രാജ്യത്തിനു വേണ്ടി മരണം വരിക്കാൻ തയ്യാറായ ധീരസഖാക്കളുടെ കഥകൾ നമ്മളവരെ പറഞ്ഞു കേൾപ്പിക്കേണ്ടതുണ്ട്. ശത്രു സൈനികരെ ഓരോന്നായി കൊന്നുവീഴ്ത്തുന്ന ധൈര്യശാലികളായ നായകന്മാരെ നമ്മൾ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. നമുക്കതിന് സാധിച്ചാൽ അവർ തീർച്ചയായും നമ്മുടെ വിജയത്തിൽ വിശ്വസിക്കും. പിന്തിരിഞ്ഞോടാതെ അവർ അതിനുവേണ്ടി പോരാടും. നിങ്ങൾക്കങ്ങനെ ഒരു നായകനെ അറിയാമോ എന്നാണ് ക്രൂഷ്ചേവ് ചോദിച്ചത്. പിറ്റേന്ന് സ്റ്റാലിൻഗ്രാഡിൽ നിന്ന് അച്ചടിക്കപ്പെട്ട പത്രങ്ങളുടെ 1-ാം പേജിൽ ഡാനിലോവിന് അറിയാവുന്ന നായകന്റെ കഥയുമുണ്ടായിരുന്നു. വസിലി സൈറ്റ്സേവ്, നാസി പട്ടാളത്തിന്റെ തലകൾ ചിതറിക്കുന്ന സോവിയറ്റ് സ്നൈപ്പർ. നാളെ നിന്റെ ഈ കഥ വായിച്ചായിരിക്കും സ്റ്റാലിൻ സഖാവും ഈ രാജ്യവും ഉണരുക എന്ന് ഡാനിലോവ് പറഞ്ഞപ്പോൾ വസിലിക്ക് ആവേശം അടക്കാൻ കഴിഞ്ഞില്ല. ഡാനിലോവിന്റെ ഈ ആശയത്തോടെ ക്രൂഷ്ചേവ് അയാൾക്ക് ജനറൽ സ്റ്റാഫായി സ്ഥാനക്കയറ്റം നൽകി. വസിലിയാകട്ടെ സ്നൈപ്പർ ഡിവിഷനിലേക്കും നിയോഗിച്ചു. ഇരുവർക്കുമിടയിൽ ഊഷ്മളമായൊരു സൗഹൃദത്തിന്റെ തുടക്കം കൂടിയായിരുന്നു അത്. പിന്നീടുള്ള ദിവസങ്ങളിൽ സോവിയറ്റ് യൂണിയനിൽ അച്ചടിക്കപ്പെട്ട പത്രങ്ങളിലെല്ലാം വസിലിയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. രാജ്യമാകെ ആവേശത്തോടെ വസിലി കൊന്നു തള്ളുന്ന നാസി പട്ടാളക്കാരുടെ എണ്ണം എടുത്തുകൊണ്ടിരുന്നു. ഡാനിലോവിന്റെ ആശയം വിജയം കാണുകയായിരുന്നു. വസിലിയുടെ കഥകൾ വായിച്ചറിഞ്ഞ് സ്ത്രീ പുരുഷ ഭേദമന്യേ കൂടുതൽ യുവാക്കൾ റെഡ് ആർമിയുടെ ഭാഗമായി. കൂടുതൽ പേർക്കും താല്പര്യം സ്നൈപ്പർ ഡിവിഷൻ തന്നെയായിരുന്നു. രാജ്യമൊട്ടാകെയുള്ള ജനങ്ങളുടെയും പട്ടാളക്കാരുടെയും ആവേശം ഉയർത്തിക്കൊണ്ട് വസിലി അനേകം നാസികളുടെ തലകൾ ചിതറിച്ചുകൊണ്ടിരുന്നു. തകർന്ന കെട്ടിടങ്ങളിലും കൽക്കെട്ടുകൾക്കിടയിലും മറഞ്ഞിരുന്ന് തങ്ങളുടെ പട്ടാളക്കാരെ കൊന്നുവീഴ്ത്തുന്ന വസിലിയെ നാസികൾക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും വസിലിയെയും സംഘത്തെയും അബദ്ധത്തിൽ കണ്ടെത്തുന്നത് സാഷ ഫിലിപ്പോവ് എന്നൊരു ബാലനാണ്. പത്രങ്ങളിലും മറ്റും വായിച്ച് ഇതിനോടകം തന്നെ വസിലിയുടെ വലിയ ആരാധകനായി മാറിയിരുന്ന ആ കുട്ടി നിർബന്ധിച്ച് വസിലിയെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ അവൻ്റെ അമ്മ മിസ്സസ് ഫിലിപ്പോ വസിലിയെ സ്നേഹത്തോടെ സ്വീകരിച്ചു. റേഡിയോയിലൂടെയും മറ്റും വസിലിയുടെ കഥകൾ അവർ കേൾക്കാറുണ്ടായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ആ വീട്ടിലേക്ക് ഡാനിലോവും എത്തുന്നുണ്ട്. രാജ്യമെമ്പാട് നിന്നും വസിലി സൈറ്റ്സേവ് എന്ന തങ്ങളുടെ നായകന് ജനമയച്ച കത്തുകളുമായിട്ടായിരുന്നു അയാൾ അവിടേക്ക് എത്തിയത്. കത്തുകൾക്കെല്ലാം മറുപടി അയക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കുറച്ചെണ്ണത്തിനെങ്കിലും മറുപടി അയക്കണമെന്ന് പറഞ്ഞ് ഡാനിലോവ് നിർബന്ധിച്ച് വസിലിയെ കൊണ്ട് മറുപടികൾ എഴുതിക്കുകയും ചെയ്തു. പെട്ടെന്നാണ് അവിടേക്ക് മിസ്സിസ് ഫിലിപ്പോവിൻ്റെ പരിചയക്കാരിയായ താനിയ എന്ന പെൺകുട്ടി കടന്നു വരുന്നത്. പട്ടാള വേഷത്തിൽ അവിടേക്ക് വന്ന താനിയ തങ്ങളുടെ വീരപുരുഷനായ വസിലിയെ തിരിച്ചറിഞ്ഞു. പക്ഷേ വസിലിക്ക് അവളെ മുൻപേ പരിചയമുണ്ടായിരുന്നു. തീവണ്ടി യാത്രയിൽ കണ്ണെടുക്കാൻ കഴിയാതെ താൻ നോക്കി നിന്ന ആ പെൺകുട്ടി ഇതാ തന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നു, നന്ദി പറയുന്നു. പണ്ട് ഫാക്ടറികളിൽ താൻ ജോലിക്ക് പോകുമ്പോൾ താനിയായിരുന്നു സാഷയെ നോക്കിയിരുന്നത് എന്ന് മിസ്സസ് ഫിലിപ്പോ അവരോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു മകളെപ്പോലെയായിരുന്നു മിസ്സിസ് ഫിലിപ്പോവിന് താനിയ. മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ പഠനം പൂർത്തിയാക്കിയിട്ടും ഇപ്പോഴും യുദ്ധമുഖത്ത് പോരാടുന്ന സുന്ദരിയായ യുവതിയോട് ഡാനിലോവിന് സ്വാഭാവികമായും ഒരടുപ്പം തോന്നാതിരുന്നില്ല. വസിലിയാകട്ടെ അന്ന് രാത്രിയിൽ മുഴുവൻ ആ കത്തുകൾക്ക് മറുപടി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സോവിയറ്റ് യൂണിയനിലെ മനുഷ്യരിലേക്ക് മാത്രമായിരുന്നില്ല, വസിലിയുടെ ഖ്യാതി ശത്രുപാളയത്തിലും എത്തിയിരുന്നു. നിരന്തരം തങ്ങളുടെ സൈനികരെ കൊന്ന് തങ്ങളുടെ മുന്നോട്ടുള്ള വേഗത കുറയ്ക്കുന്ന റെഡ് ആർമിയുടെ വജ്രായുധത്തെ കണ്ടെത്തി വധിക്കാൻ തന്നെ നാസികൾ തീരുമാനിച്ചിരുന്നു. അതിനായി അന്ന് നാസി സേനയിലെ ഏറ്റവും മികച്ച സ്നൈപ്പറിനെ തന്നെയാണ് സ്റ്റാലിൻഗ്രാഡിലേക്ക് അവർ അയക്കുന്നത്. പേര് മേജർ ഇർവിൻ കോണിക്. ലക്ഷ്യം ഒരൊറ്റയാളെ വധിക്കുക. നിങ്ങളെങ്ങനെയാണ് അയാളെ മാത്രം ആ നഗരത്തിൽ നിന്ന് കണ്ടെത്തുന്നത് എന്ന് മേലുദ്യോഗസ്ഥനായ പോലസ് മേജർ കോണികിനോട് ചോദിച്ചു. നിങ്ങൾ പറയുന്ന ആൾ അത്ര മിടുക്കനാണെങ്കിൽ ഞാനൊന്നും ചെയ്യേണ്ടതില്ല, അയാൾ എൻ്റെ അരികിലേക്ക് എത്തിക്കൊള്ളുമെന്നാണ് കോണിക് പറഞ്ഞത്. ഇതേ സമയം തന്നെ യുദ്ധമുഖത്ത് പോരാടിയിരുന്ന താനിയോട് സിവിൽ ഡിഫൻസിൽ നിന്ന് മാറി തൻ്റെ ഒപ്പം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വന്നുകൂടെയെന്ന് ഡാനിലോവ് ചോദിച്ചു. കാരണം താനിയെപ്പോലെ ജർമ്മൻ ഭാഷ അറിയാവുന്നവരെ നാസികളുടെ റേഡിയോ സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യുവാനായി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും തനിക്ക് സുരക്ഷിതമായ ആ ജോലി വേണ്ട എന്നും താൻ യുദ്ധമുഖത്ത് തന്നെ തുടർന്നുകൊള്ളാമെന്നുമാണ് താനി പറഞ്ഞത്. യുദ്ധം വീണ്ടും അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്
നഗരത്തിലെ ഒരു കെട്ടിടത്തിൽ ഒരു നാസി സ്നൈപ്പർ ഒളിഞ്ഞിരിക്കുന്നുവെന്നറിഞ്ഞ് തൻ്റെ സംഘാംഗങ്ങളായ ആന്റണിനും ലുഡ്മില്ലയ്ക്കുമൊപ്പം വസിലി അവിടേക്ക് എത്തുന്നത്. നിമിഷ നേരം കൊണ്ട് തന്നെ വസിലി അയാളെ കണ്ടെത്തുകയും വെടിവെച്ചിടുകയും ചെയ്തു. ശേഷം അയാളുടെ ഡോഗ് ടാഗ് എടുക്കാനായി ആന്റണിനെ അവിടെ തന്നെ ഇരുത്തി ലുഡ്മിലയും വസിലിയും ആ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. പക്ഷേ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ആ സ്നൈപ്പർ അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് വസിലി തിരിച്ചറിഞ്ഞില്ല. വസിലിയും ലുഡ്മിലയും പോയി തക്കം നോക്കി കോണിക ആന്റണിനെ വെടിവെച്ചിട്ടു. പക്ഷേ അതൊന്നും അറിയാതെ ആ കെട്ടിടത്തിനുള്ളിലേക്ക് എത്തിയ വസിലിയും ലുഡ്മിലയും പെട്ടെന്ന് തന്നെ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. വസിലി വെടിവെച്ചിട്ടതൊരു സ്നൈപ്പറിനെ ആയിരുന്നില്ല, മറിച്ച് തോക്കും ഘടിപ്പിച്ച് അവിടെ കിടത്തിയിരുന്നൊരു പ്രതിമയായിരുന്നു. തങ്ങൾ കൃത്യമായ അയാളുടെ കെണിയിലേക്കാണ് വന്ന് പെട്ടിരിക്കുന്നത് എന്ന് രണ്ടുപേരും തിരിച്ചറിഞ്ഞു. തോക്കുമായി അയാൾ തങ്ങളുടെ തൊട്ടരികിൽ എവിടെയുണ്ട്. പക്ഷേ ഇപ്പോഴും അയാൾ തങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയിട്ടില്ല എന്നതിനർത്ഥം തങ്ങളയാളുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞാണിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ വസിലി ലുഡ്മില്ലയോട് ഇരിക്കുന്നിടത്ത് നനങ്ങരുത് എന്ന് പറഞ്ഞു. ശത്രുവിൻ്റെ ചെറിയൊരു അനക്കത്തിനായി വസിലി കാതോർത്തിരിക്കുമ്പോഴാണ് ചൂട് പോവാത്തൊരു സിഗരറ്റ് കുറ്റി അയാൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. തങ്ങളെ ലക്ഷ്യം വെച്ച അയാൾ ഈ കെട്ടിടത്തിൽ തന്നെ ഉണ്ടായെന്ന് വസിലി ഉറപ്പിച്ചു. പക്ഷേ അവരങ്ങനെ ഇരിക്കുന്നിടത്ത് അനക്കമില്ലാതെ തുടരുന്നതിനിടയ്ക്കാണ് ജർമ്മൻ വിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ പറന്നെടുക്കുന്നത് ലുഡ്മില്ല കാണുന്നത്. നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് അവൾ പറഞ്ഞുവെങ്കിലും ശബ്ദമുണ്ടാക്കാതെ അനങ്ങാതിരിക്കാൻ തന്നെയാണ് വസിലി അവളോട് പറഞ്ഞത്. പക്ഷേ ആ വിമാനങ്ങൾ തങ്ങൾക്ക് മീതെ പറന്ന ആ കെട്ടിടത്തിലേക്കും ബോംബുകൾ വർഷിച്ചപ്പോൾ ലുഡ്മില്ല ഭയന്നവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയതും കൃത്യമായി കോണികിൻ്റെ ബുള്ളറ്റ് അവളുടെ തല തുളച്ച് കടന്നുപോയി. പിന്നീട് ബോംബ് വീണ് പൊടി നിറഞ്ഞ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും വസിലിയുടെ മനസ്സിലത് രണ്ടാമത്തെ പരാജയമായിരുന്നു. ശത്രുവിനെ മുന്നിൽ കിട്ടിയിട്ടും കൊല്ലാൻ കഴിയാത്തതിൻ്റെ നിരാശയായിരുന്നു മേജർ കോണിക്കിൻ്റെ മനസ്സിൽ. പക്ഷെ അപ്പോഴും അയാൾക്ക് ആശ്വസിക്കാൻ വകയുണ്ടായിരുന്നു. കാരണം അന്നേ ദിവസം അയാളുടെ ഷൂ പോളിഷ് ചെയ്യാൻ എത്തിയത് വസിലിയെക്കുറിച്ച് എല്ലാം അറിയാവുന്ന സാഷയായിരുന്നു. വസിലി തൻ്റെ വീട്ടിൽ വരാറുണ്ടെന്നും അയാളുടെ റൈഫിളിൽ താൻ തൊട്ടിട്ടുണ്ടെന്നും സാഷ അയാളോട് പറഞ്ഞുവെങ്കിലും കോണിക് അതൊന്നും കാര്യമാക്കാത്തതുപോലെ ഇരുന്നു. ഇതേ സമയം തന്നെ വസിലി സോവിയറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിയെത്തിയിരുന്നുവെങ്കിലും തൻ്റെ കൂടെയുള്ളവർ മരിച്ചതിൽ അയാൾ ഏറെ ദുഃഖിതനും നിരാശനുമായിരുന്നു. തങ്ങളെ ആ കെണിയിൽപ്പെടുത്തിയവൻ നിസാരക്കാരനല്ല എന്ന് വസിലി ഡാനിലോവിനോട് പറഞ്ഞു. പക്ഷേ ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത് മേജർ കോണികാണെന്നും അയാളുടെ ലക്ഷ്യം വസിലിയെ കൊല്ലുകയാണെന്നും ഡാനിലോവ് അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇനി മുതൽ വസിലിക്കൊപ്പം അയക്കാൻ കോണികിനെ കുറിച്ച് എല്ലാം അറിയാവുന്ന കൗലിക്കോവ് എന്ന പട്ടാളക്കാരനെയാണ് ഡാനിലോവ് നിയോഗിച്ചത്. യുദ്ധത്തിന് മുൻപ് കോണികിന് കീഴിലാണ് കൗലിക്കോവ് സ്നൈപ്പർ പരിശീലനം നേടിയത്. ഇക്കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ടാനി അവിടേക്ക് കടന്നു വരുന്നത്. ഞാൻ ഒരുവിധം നിർബന്ധിച്ച് അവളെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചുവെന്ന് ഡാനിലോവ് പറഞ്ഞപ്പോഴാണ് ടാനിയോട് അയാൾക്കും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്ന് വസിലിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പിറ്റേന്ന് മുതൽ വസിലി കൗലിക്കോവിനും മറ്റൊരു സൈനികനായ വൊലാദിയോയ്ക്കുമൊപ്പം യുദ്ധമുഖത്തേക്ക് പുറപ്പെട്ടു. നാസികളുടെ കണ്ണിൽപ്പെടാതെ ഇരിക്കാൻ തകർന്ന കെട്ടിടങ്ങൾക്കും ഫാക്ടറികൾക്കും ഇടയിലൂടെയാണ് അവർ സഞ്ചരിച്ചത്. റോഡുകളും തുറന്ന പ്രദേശങ്ങളും കടക്കേണ്ടി വരുമ്പോൾ മുന്നിൽ പോവാനായി അവർ ഓരോരുത്തരായി ഊഴമെടുത്തു. കാരണം ആദ്യം ഓടിപ്പോകുന്നവനെ പെട്ടെന്ന് വെടിവെക്കാൻ ശത്രുക്കൾ സജ്ജരായിരിക്കില്ല, പിന്നാലെ പോകുന്നവരെയായിരിക്കും അവർ ആക്രമിക്കുക. അങ്ങനെ ഒളിഞ്ഞും മറഞ്ഞും അവർ ആ തകർന്ന നഗരത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് പലയിടത്തും ഇരുന്ന് കണ്ണിൽപ്പെടുന്ന നാസി പട്ടാളക്കാരെ നിർദാക്ഷിണ്യം അവർ വെടിവെച്ച് വീഴ്ത്തുന്നുമുണ്ട്. ടെലിഫോൺ കേബിൾ നന്നാക്കാൻ അതുവഴി വന്നൊരു ജർമ്മൻ പട്ടാളക്കാരനെ പോലും കൗലിക്കോവ് വെറുതെ വിട്ടില്ല. പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് തങ്ങൾക്ക് കഴിക്കാനുള്ള സൂപ്പ് എടുക്കാനായി വൊലാദിയോ കെട്ടിടത്തിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. നിർഭാഗ്യവശാൽ ആ പട്ടാളക്കാരൻ ചെന്ന് പെടുന്നത് നാസികളുടെ മുന്നിലേക്കാണ്. തങ്ങളുടെ കയ്യിൽപ്പെട്ട ആ സോവിയറ്റ് പട്ടാളക്കാരനോട് വസിലി ഏത് കെട്ടിടത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് കോണിക് വളരെ ശാന്തമായി ചോദിച്ചു. വസിലി ഒരിക്കലും ഒരിടത്തിരിക്കില്ല എന്നും കെട്ടിടങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ് അയാളുടെ ശൈലിയെന്നും തനിക്ക് അയാൾ എവിടെയുണ്ടെന്ന് അറിയില്ല എന്നുമാണ് വൊലാദിയോ പറഞ്ഞത്. പക്ഷേ അയാളെ എത്ര ഉപദ്രവിച്ചാലും അയാൾ സത്യം പറയില്ല എന്നറിയാവുന്ന കോണിക് പെട്ടെന്ന് തന്നെ അയാളെ നാസി യൂണിഫോം ധരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം ടെലിഫോൺ കേബിൾ റിപ്പയർ ചെയ്യാനെന്ന് തോന്നിക്കും വിധം വൊലാദിയോയെ ആ കെട്ടിടങ്ങൾക്കിടയിലേക്ക് പറഞ്ഞുവിട്ട് കോണിക് കാത്തിരുന്നു. വീണ്ടും ഒരു നാസി പട്ടാളക്കാരൻ അതുവഴി ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ട ഉടനെ മറ്റൊന്നും ആലോചിക്കാതെ കൗലിക്കോവ് അയാളെ വെടിവെച്ചിടുകയും ചെയ്തു. തങ്ങൾ വെടിയുതിർക്കുന്നത് ആരെങ്കിലും കണ്ടോ എന്നും തങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം ആർക്കെങ്കിലും മനസ്സിലായോ എന്നും നോക്കാനായി കൗലിക്കോവ് ജനാലയ്ക്ക് മുകളിലേക്ക് ഒരു ഹെൽമെറ്റ് ഉയർത്തി നോക്കുന്നുണ്ട്. പക്ഷേ ഇതിലും വലിയ തന്ത്രങ്ങൾ കണ്ടയാളാണ് അപ്പുറത്ത് തോക്കും ചൂണ്ടിയിരിക്കുന്നത് എന്ന് കൗലിക്കോവ് മറന്നുപോയിരുന്നു. ഹെൽമെറ്റിലേക്ക് വെടിയൊന്നും കൊള്ളാതായതോടെ തങ്ങളെ ആരും കണ്ടില്ല എന്ന് വസിലിയും കൗലിക്കോവും ആശ്വസിച്ചു.
പക്ഷേ എങ്കിലും അവർ ആ കെട്ടിടത്തിൽ നിന്ന് നീങ്ങാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ബോംബ് വീണ കെട്ടിടത്തിലുണ്ടായ ഒരു ഗർത്തം ചാടിക്കടന്നേ അവർക്കപ്പുറം എത്താൻ കഴിയൂ. കഴിഞ്ഞ തവണ നീയല്ലേ ആദ്യം പോയത്, ഇത്തവണ ഞാൻ പോകാമെന്നാണ് കൗലിക്കോവ് പറഞ്ഞത്. പക്ഷേ അവർ ആ കെട്ടിടത്തിൽ നിന്ന് മാറാൻ പോവുകയാണെന്നും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അവർ ആ കിടങ്ങ് ചാടിക്കിടക്കുമെന്നും അറിയാവുന്ന കോണിക് തൻ്റെ തോക്ക് അവിടേക്ക് തന്നെ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് വസിലിയും കൗലിക്കോവും തിരിച്ചറിഞ്ഞില്ല. വേഗത്തിലോടി ഇരുവരും ആ കുഴി ചാടിക്കടക്കും മുൻപ് കോണികിൻ്റെ റൈഫിളിൽ നിന്ന് പാഞ്ഞ ബുള്ളറ്റ് കൃത്യം കൗലിക്കോവിൻ്റെ തലയിലാണ് തറച്ചത്. വെടിയേൽക്കാതെ ചാടി അപ്പുറമെത്തിയ വസിലിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തങ്ങൾ അതുവഴി ചാടുമെന്ന് മനസ്സിലാക്കുക മാത്രമല്ല, നിമിഷ നേരം കൊണ്ട് ലക്ഷ്യം ഭേദിക്കാനും അവൾക്ക് കഴിഞ്ഞു. തന്നെക്കാളും എത്രയോ സമർത്ഥനും ബുദ്ധിമാനുമാണ് തങ്ങളുടെ ശത്രുവെന്ന് വസിലി തിരിച്ചറിയുകയായിരുന്നു. ഇതേ സമയം തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡാനിലോവ് താനിയെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. പലപ്പോഴും അയാൾ അവൾക്ക് പല സമ്മാനങ്ങളും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും താനി അതൊന്നും വാങ്ങാൻ തയ്യാറായില്ല. തനിക്ക് ഇവിടുത്തെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നും തന്നെ യുദ്ധമുഖത്തേക്ക് തന്നെ നിയോഗിക്കണമെന്നുമാണ് താനി പറഞ്ഞുകൊണ്ടിരുന്നത്. വൈകുന്നേരത്തോടെ വസിലിയും ഡാനിലോവിനടുത്തേക്കെത്തി. വളരെ നിരാശനായിരുന്ന വസിലി അപ്പോഴും കോണികിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കൗലിക്കോവ് ചാടിക്കടക്കുന്നതിനിടയ്ക്കാണ് കോണികളെ വെടിവെച്ചിട്ടത്. ഒരു ഇമ്പോസിബിൾ ഷോട്ടായിരുന്നു അത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്നും അയാളുടെ നീക്കങ്ങളെല്ലാം നമുക്ക് ചോർത്തി തരാൻ ഞാനൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഡാനിലോവ് വസിലിയെ ആശ്വസിപ്പിച്ചു. അതോടൊപ്പം മറ്റൊരു സഹായവും ഡാനിലോവ് അയാളോട് ആവശ്യപ്പെട്ടു. യുദ്ധത്തിന് പോകണമെന്ന് വാശി പിടിക്കുന്ന താനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സഹായിക്കണമെന്നാണ് ഡാനിലോവ് ആവശ്യപ്പെട്ടത്. ഡാനിലോവ് പറഞ്ഞത് പ്രകാരം അന്ന് രാത്രി വസിലി കാര്യങ്ങളെല്ലാം താനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ യുദ്ധമുഖത്തേക്ക് പോകണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അപ്പോഴും വസിലിക്ക് അറിയില്ലായിരുന്നു. 2 ദിവസം മുൻപ് നാസി പട്ടാളം ഒരു ട്രെയിൻ തടഞ്ഞു നിർത്തി അതിലെ മനുഷ്യരെയെല്ലാം വധിച്ചുവെന്ന വാർത്ത താനി ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. മരിച്ചുപോയവരുടെ കൂട്ടത്തിൽ താനിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. വസിലി പിന്നീട് താനിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല. പകരം തൻ്റെ പക്കലുള്ള റൈഫിളുകളിലൊന്ന് താനിക്ക് നൽകുകയാണ് അയാൾ ചെയ്തത്. സോവിയറ്റ് ക്യാമ്പിൽ ഇതെല്ലാം നടക്കുമ്പോൾ മറ്റൊരിടത്ത് മേജർ കോണിക് വസിലിയെക്കുറിച്ചും അയാളുടെ രീതികളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു മിഠായികളും ഒരു പന്നിയിറച്ചി കഷ്ണവും കൊടുത്തപ്പോൾ തനിക്കറിയാവുന്നതെല്ലാം സാഷ അയാളോട് പറഞ്ഞു. വസിലി സാധാരണയായി എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുക എന്നും ദിവസവും അയാൾ സഞ്ചരിക്കാറുള്ള പാതകളും സാഷ കോണികിന് പറഞ്ഞു കൊടുത്തു. പിറ്റേന്ന് പുലർച്ചെ തന്നെ കോണിക് സാഷ പറഞ്ഞത് പ്രകാരം വസിലി സ്ഥിരം കടന്നു പോകാറുള്ള തകർന്ന ട്രാക്ടർ ഫാക്ടറിയിലേക്കെത്തി. വസിലി അവിടേക്ക് എത്തുന്നതും കാത്ത് അവിടെ ഒരിടത്ത് പതുങ്ങിയിരുന്നു. പക്ഷേ അയാൾ അവിടെ തന്നെ കാത്തിരിക്കുമെന്ന് ഡാനിലോവ് പറഞ്ഞ് വസിലി മനസ്സിലാക്കിയിരുന്നു. ഫാക്ടറിയിലെ ആ വലിയ പൈപ്പുകളിലൂടെ സഞ്ചരിച്ച് കോണികിന് പിന്നിലേക്കെത്തി അയാളെ വധിക്കാമെന്ന് കണക്കുകൂട്ടിയ വസിലി തൻ്റെ ഒപ്പമുള്ള സെർഗെ എന്ന പട്ടാളക്കാരനോടൊപ്പം ഫാക്ടറിയിലെ ആ പൈപ്പിലൂടെ ഉള്ളിലേക്ക് കടക്കാൻ ആരംഭിച്ചു. പക്ഷേ തുരുമ്പ് പിടിച്ച പൈപ്പുകൾക്കുള്ളിലൂടെ ആരോ കടന്നു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കോണിക് വേഗം തന്നെ താൻ ഇരുന്നിടത്തു നിന്ന് മാറി ഫാക്ടറിയിലെ ചൂളയ്ക്കുള്ളിൽ പതുങ്ങിയിരുന്നു. വസിലി കടന്നു വരുന്ന പൈപ്പ് തുറക്കുന്നത് ആ ചൂളയ്ക്ക് മുന്നിലേക്കായിരുന്നു. വസിലിയും സെർഗയും വെളിയിലേക്ക് ഇറങ്ങിയതോടെ കോണിക് അവർക്ക് നേരെ നിറയൊഴിച്ചുവെങ്കിലും അത് കൊണ്ടത് സെർഗയ്ക്കായിരുന്നു. രണ്ടാമതൊന്ന് വെടിയുതിർക്കാൻ അയാൾക്ക് കഴിയും മുന്നേ വസിലി അവിടെ കിടന്നിരുന്ന ഒരു യന്ത്രഭാഗത്തിന് പിന്നിൽ ഒളിച്ചുവെങ്കിലും തൻ്റെ തോക്കയാളുടെ കയ്യിൽ നിന്നും തെറിച്ചുപോയിരുന്നു. തോളിന് പരിക്കേറ്റ സെർഗയോട് വേഗം തന്നെ പൈപ്പിലൂടെ കയറി രക്ഷപ്പെട്ടുകൊള്ളാൻ പറഞ്ഞ ശേഷം വസിലി ദൂരെ വീണ് കിടക്കുന്ന തൻ്റെ തോക്കെടുക്കാൻ ശ്രമിച്ചു. പേനാക്കത്തിയിൽ വള്ളി കെട്ടി തോക്കിന് നേരെ എറിഞ്ഞ് അതെടുക്കാൻ വസിലി ശ്രമിക്കുമ്പോൾ കോണിക വള്ളി വെടിവെച്ച് മുറിച്ചു കളഞ്ഞു. പെട്ടെന്ന് അതിലെ പാഞ്ഞു വന്ന ജർമ്മൻ ബോംബറുകൾ വർഷിച്ച ബോംബ് വീണ് ഫാക്ടറിയുടെ തകർന്ന കുറെ ചില്ലുകൾ വസിലിക്കടുത്തേക്ക് വന്ന് പതിക്കുന്നുണ്ട്. വസിലിക്ക് മുന്നിൽ കുത്തനെ വന്ന് പതിച്ച ആ ചില്ലുകളിലൂടെ കോണിക വസിലിയുടെ മുഖത്തെ ഭയം കണ്ട് രസിക്കുകയാണ്. മറ്റൊരിടത്താകട്ടെ യുദ്ധമുഖത്തേക്ക് പോകാൻ തുടങ്ങുന്ന താനിയെ ഡാനിലോവ് തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്കാണ് വെടിയേറ്റ സെർഗെ അവിടേക്ക് എത്തുന്നതും വസിലി അപകടത്തിലാണെന്ന് അവരെ അറിയിക്കുന്നതും. ഡാനിലോവ് പറഞ്ഞതൊന്നും കേൾക്കാതെ താനി വേഗം തന്നെ ആ ഫാക്ടറിയിലേക്ക് പോവുക തന്നെ ചെയ്തു. താനി അവിടേക്ക് എത്തുമ്പോഴും വസിലിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അപ്പോഴും വെടിവെക്കരുത് എന്നും പതുങ്ങിയിരിക്കാനുമാണ് വസിലി അവളോട് പറഞ്ഞത്. തൻ്റെ മുന്നിലെ കണ്ണാടിയിലൂടെ നോക്കി കോണിക് എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് വസിലി ഇതിനോടകം മനസ്സിലാക്കിയിരുന്നു. കൃത്യം അതെവിടെയാണെന്നും വേഗം ഒരു കണ്ണാടി കഷ്ണം കണ്ടെത്താനും വസിലി താനിയോട് ആവശ്യപ്പെട്ടു. താനി അവിടെ കിടന്നൊരു കണ്ണാടി കഷ്ണം കണ്ടെത്തി. അതുകൊണ്ട് പ്രകാശം നേരെ കോണികിൻ്റെ കണ്ണിലേക്ക് അടിച്ച് അയാളുടെ ശ്രദ്ധ തെറ്റിച്ചതും വസിലി വേഗം തന്നെ തോക്കെടുത്ത് അയാൾക്ക് നേരെ നിറയൊഴിച്ചു.
ബുള്ളറ്റ് കോണിക്കിൻ്റെ കയ്യിലാണ് തറച്ചതെങ്കിലും ആ തക്കം നോക്കി വസിലിയും താനിയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. പിന്നീട് കയ്യിലെ മുറിവും വെച്ച് കിട്ടി മിഠായികളുമായി കോണിക്ക് തൻ്റെ മുറിയിലേക്ക് എത്തുമ്പോൾ അവിടെ സാഷ ഇരിപ്പുണ്ടായിരുന്നു. നീ പറഞ്ഞതുപോലെ അവൻ സമർത്ഥൻ തന്നെയാണ് എന്ന് കോണിക്ക് അവനോട് പറഞ്ഞു. ശേഷം വസിലിയെക്കുറിച്ചും താനിയെക്കുറിച്ചുമാണ് അവർ സംസാരിച്ചത്. രണ്ടുപേരും പ്രണയത്തിലാണ് എന്നും അവർ തമ്മിൽ വിവാഹം കഴിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും സാഷ കോണിക്കിനോട് പറഞ്ഞു. വീണ്ടും അങ്ങനെ ആ സംസാരം തുടരുന്നതിനിടയ്ക്കാണ് നീ എന്തിനാണ് ജർമ്മനിയെ സഹായിക്കുന്നത് എന്ന് കോണിക്ക് സാഷയോട് ചോദിച്ചത്. കാരണം നിങ്ങളാണ് എനിക്ക് മിഠായികൾ തരുന്നത്, മാത്രമല്ല നിങ്ങളാണ് ശക്തർ, നിങ്ങൾ തന്നെയാവും വിജയിക്കുക എന്നാണ് സാഷ മറുപടി പറഞ്ഞത്. സാഷ പറഞ്ഞതുപോലെ താനിയും വസിലിയും അപ്പോൾ പ്രണയത്തിലായിരുന്നില്ല എങ്കിലും രണ്ടുപേരുടെയും മനസ്സിൽ പ്രണയമുണ്ടായിരുന്നു. താനി അത് പറയാനൊരവസരത്തിനായി കാത്തു നിൽക്കുകയായിരുന്നുവെങ്കിൽ ഡാനിലോവ് അവളോട് അടുപ്പം കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടായിരുന്നു വസിലി അത് പറയാതെ നിന്നത്. പക്ഷേ അന്ന് രാത്രിയിൽ വസിലിയോടുള്ള പ്രണയം അയാളെ അറിയിക്കാൻ തന്നെ താനി തീരുമാനിച്ചിരുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയപ്പോൾ താനി വസിലിക്കടുത്തേക്കെത്തി അയാളുടെ അടുത്ത് കിടന്നു. വീതി കുറഞ്ഞിടുങ്ങിയ ക്യാമ്പിൽ തൊട്ടരികിലായി പട്ടാളക്കാർ ഉറങ്ങിക്കിടക്കുന്നതൊന്നും ഗവനിക്കാതെ താനി വസിലിയുടെ കൈകളിൽ തൊടുകയും അയാളെ ചുംബിക്കുകയും ചെയ്തു. താനി തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ വസിലിക്ക് അവളുടെ ചുംബനങ്ങളെയും പ്രണയത്തെയും നിരസിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ ചുറ്റിലും തളർന്നുറങ്ങുന്ന പട്ടാളക്കാരറിയാതെ ഇരുവരും തങ്ങളുടെ പ്രണയം കൈമാറുകയും ചെയ്തു. പക്ഷേ ഇതേ സമയം തന്നെ താനി വസിലിയോട് കാണിക്കുന്ന അടുപ്പം ഡാനിലോവിൽ സംശയങ്ങൾ ഉളവാക്കിയിരുന്നുവെങ്കിലും അയാൾ തൻ്റെ ജോലി തുടരുക തന്നെ ചെയ്തു. സ്നൈപ്പറുകൾ ഇപ്പോൾ നഗരത്തിലെ കെമിക്കൽ ഫാക്ടറിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് മേജർ കോണിക്കിനെ അറിയിക്കാൻ ഡാനിലോവ് സാഷയെ ഏൽപ്പിച്ചു. പിറ്റേന്ന് തൻ്റെ അരികിലേക്ക് വന്ന വസിലിയോട് കോണിക് ഇന്ന് കെമിക്കൽ ഫാക്ടറിയിലേക്ക് എത്തുമെന്നും നിങ്ങളവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ അയാളോട് പറഞ്ഞത് എന്നും ഡാനിലോവ് സാഷയെ കൊണ്ട് വസിലിയോട് പറയിച്ചു. സാഷ അത് പറഞ്ഞപ്പോഴാണ് കോണിക്കിൻ്റെ നീക്കങ്ങൾ അറിയാൻ ഡാനിലോവ് ഏർപ്പാടാക്കിയ ചാരൻ സാഷയാണെന്ന് വസിലിക്ക് മനസ്സിലായത്. ഈ കാര്യം പറഞ്ഞ് വസിലി ഡാനിലോവിനോട് ദേഷ്യപ്പെടുന്ന പോലുമുണ്ട്. പക്ഷേ സാഷ ഈ കാര്യങ്ങളെല്ലാം സ്വമേധയാ ചെയ്തതാണ് എന്നും താൻ അതിന് അനുവാദം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഡാനിലോവ് പറഞ്ഞത്. നിന്നിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് സാഷ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ അവൻ്റെ വിശ്വാസം തകർക്കരുത്. നാളെ നിന്നെ തേടി കോണിക്ക് ഫാക്ടറിയിലേക്ക് എത്തുമ്പോൾ നീ അവിടെ ഉണ്ടായിരിക്കണമെന്ന് ഡാനിലോവ് വസിലിയോട് പറഞ്ഞു. പിറ്റേന്ന് വസിലിയെ വഴി കാണിക്കാനായി അയാൾക്കൊപ്പം ചെന്ന സാഷയെ വസിലി ഉപദേശിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ചെയ്യുന്നത് അപകടം പിടിച്ച പണിയാണെന്നും ഇനി ഇത് ചെയ്യരുത് എന്നും വസിലി അവനോട് പറഞ്ഞു. നിങ്ങൾ വിജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നാണ് സാഷയെ മറുപടി പറഞ്ഞത്. ശേഷം സാഷയെ മടക്കി അയച്ച് വസിലി കെമിക്കൽ ഫാക്ടറിക്ക് അരികിലേക്ക് എത്തി കോണിക്ക് വരുന്നത് നോക്കി ചുറ്റിലും മരിച്ചു കിടക്കുന്ന പട്ടാളക്കാർക്കിടയിൽ അവരിൽ ഒരുവനെ പോലെ വസിലിയും കാത്തുകിടന്നു. പക്ഷേ തലേന്ന് രാത്രി ഉറങ്ങാൻ കഴിയാതിരുന്നുകൊണ്ട് തന്നെ കോണിക്കിനെ കാത്തുകിടക്കുമ്പോൾ വസിലിയുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട്. കുറച്ചു നേരം അങ്ങനെ കണ്ണുകൾ അടഞ്ഞു പോയപ്പോൾ കോണിക ഫാക്ടറിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന വസിലിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഫാക്ടറിക്കുള്ളിലേക്ക് കയറി അവിടെ എല്ലാം നിരീക്ഷിച്ച കോണിക്കിന് മരിച്ചു കിടക്കുന്ന പട്ടാളക്കാർക്കിടയിൽ ഒരു തിളക്കം കാണാൻ സാധിച്ചു. വസിലിയുടെ സ്നൈപ്പർ സ്കോപ്പാണ് തിളങ്ങുന്നത് എന്ന് മനസ്സിലാക്കി കോണിക അവിടേക്ക് തോക്ക് ചൂണ്ടിയതും ഒരു നാസി പട്ടാളക്കാരൻ അവിടേക്ക് ചാടി വീണു. മരിച്ച പട്ടാളക്കാരുടെ മോതിരങ്ങളും പേഴ്സുകളും മറ്റും മോഷ്ടിക്കുകയാണ് അയാൾ. വസിലിയും മരിച്ചെന്ന് കരുതി അയാളുടെ ശരീരത്തിലും ആ പട്ടാളക്കാരൻ പരിശോധിക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ കോണിക്കിന് അപ്പോൾ നിറയൊഴിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ 2 സോവിയറ്റ് പട്ടാളക്കാരെത്തി ആ നാസി പട്ടാളക്കാരനെ വെടിവെച്ചിടാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം ശേഷം കോണിക് അവിടേക്ക് നോക്കുമ്പോൾ വസിലി അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. വസിലിയുടെ പേഴ്സും ഐ ഡി കാർഡും ആ നാസി പട്ടാളക്കാരൻ മോഷ്ടിച്ചു കൊണ്ടുചെന്നതോടെ വസിലി സൈറ്റ്സേവ് മരിച്ചുവെന്ന് നാസി നേതൃത്വം വിശ്വസിച്ചു. നിങ്ങളിവിടേക്ക് വന്ന കർത്തവ്യം പൂർത്തിയായി എന്നും വേഗം തന്നെ നിങ്ങളെ ബെർലിനിലേക്ക് മടക്കിയേക്കണമെന്നാണ് ഉത്തരവ് എന്നും ജനറൽ പോലസ് കോണിക്കിനെ അറിയിച്ചു. പോലസ് ഇതെല്ലാം പറയുമ്പോഴും വസിലി മരിച്ചിട്ടില്ല എന്ന് ആരെക്കാളും നന്നായി കോണിക്കിന് അറിയാമായിരുന്നു. പക്ഷേ ഉത്തരവുകൾ അനുസരിക്കാതെ വയ്യ. തൻ്റെ ദൗത്യം പൂർത്തിയായെന്നാൽ സമ്മതിച്ചുവെങ്കിലും വസിലിയെ കൊല്ലാതെ സ്റ്റാലിൻഗ്രാഡ് വിട്ടുപോകാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. വസിലിയെ നാസികൾ വധിച്ചുവെന്ന രഹസ്യവിവരം ഇതിനോടകം തന്നെ ക്രൂഷ്ചേവിനും ലഭിച്ചിരുന്നു. വാർത്ത കേട്ടയുടനെ ക്രൂഷ്ചേവ് ഡാനിലോവിനോട് ക്ഷുഭിതനായി. വസിലി കൊല്ലപ്പെട്ടുവെങ്കിൽ ഇതുവരെയുള്ള നീക്കങ്ങളെല്ലാം താളം തെറ്റും. അങ്ങനെ സംഭവിച്ചാൽ ഈ നഗരം തന്നെ കൈവിട്ടു പോയേക്കാം. സ്റ്റാലിൻഗ്രാഡിൽ പരാജയപ്പെട്ടാൽ ആദ്യം വധിക്കുക നിന്നെയായിരിക്കുമെന്നാണ് ക്രൂഷ്ചേവ് ഡാനിലോവിനോട് പറഞ്ഞത്. പക്ഷെ അപ്പോഴും വസിലി മരണപ്പെട്ടിട്ടില്ല എന്ന് തന്നെയായിരുന്നു ഡാനിലോവിൻ്റെ വിശ്വാസം. രാത്രിയിൽ ഇക്കാര്യങ്ങൾ അറിയിക്കാൻ അയാൾ താനിക്കടുത്തേക്ക് എത്തിയപ്പോഴാണ് ദൂരെ അവർ ജർമ്മൻ പടയുടെ അറിയിപ്പ് കേൾക്കുന്നത്.
നിങ്ങളുടെ അവസാന പ്രതീക്ഷയായ വസിലി സൈറ്റ്സേവ് മരിച്ചുവെന്നും കീഴടങ്ങാനുമാണ് നാസികൾ സോവിയറ്റ് പട്ടാളക്കാരോട് ആഹ്വാനം ചെയ്തത്. താനീ കേൾക്കുന്നത് സത്യമാണോ എന്ന് താന്യ ഡാനിലോവിനോട് ചോദിക്കുമ്പോൾ അയാൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. വസിലി മരിച്ചു എന്ന വാർത്ത അറിഞ്ഞ ശേഷമാണ് സാഷ എന്ന് കോണികിനടുത്തേക്ക് പോയത്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കോണികിന് മുന്നിൽ അവന് കരച്ചിലടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വസിലി മരിച്ചിട്ടില്ല, കാരണം ഞാൻ അവനെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞ് കോണിഗ് അവനെ ആശ്വസിപ്പിച്ചുവെങ്കിലും സാഷയുടെ ആ കരച്ചിൽ കോണികിൽ സംശയം ജനിപ്പിച്ചു. വസിലി മരിച്ചുവെന്ന് കരുതി ഇങ്ങനെ കരയുന്നൊരു കുട്ടിക്ക് എങ്ങനെയാണ് അയാളെ ഒറ്റാൻ കഴിയുക? തൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ സാഷയെ അവരവിടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നതാണ് എന്ന് കോണികിന് മനസ്സിലായി. പക്ഷേ കോണികിന് ആ കാര്യമൊന്ന് പരീക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ നാളെ ട്രെയിൻ സ്റ്റേഷനിലെ വാട്ടർ ടാങ്കിന് മുകളിൽ വസിലിയെ കാത്തിരിക്കാൻ പോവുകയാണെന്നും വസിലി അവിടേക്ക് വരുമ്പോൾ ഞാൻ അയാളെ വധിക്കുമെന്നും മറ്റാരോടും ഇക്കാര്യം പറയരുത് എന്നും കോണിഗ് സാഷയെ പറഞ്ഞേൽപ്പിച്ചു. മറ്റൊരിടത്താകട്ടെ ക്രൂഷ്ചേവ് പറഞ്ഞത് പ്രകാരം വസിലി സൈറ്റ്സേവ് മരിച്ചിട്ടില്ല എന്നും നാസികളുടെ വെറും പ്രൊപ്പഗൻഡയാണത് എന്നും പത്രത്തിൽ അച്ചടിക്കുന്ന തിരക്കിലായിരുന്ന ഡാനിലോവിനടുത്തേക്ക് വസിലി എത്തി. വസിലി തിരിച്ചു വന്ന ആശ്വാസത്തിലിരിക്കുന്ന ഡാനിലോവിനോട് തനിക്കിനിയും ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് വസിലി പറഞ്ഞത്. ഞാനിന്ന് ഉറങ്ങിപ്പോയി. എൻ്റെ ലക്ഷ്യം തെറ്റുന്നു. നിങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എനിക്ക് നിറവേറ്റാൻ കഴിയുന്നില്ല. എൻ്റെ ശ്രദ്ധ തെറ്റുന്നു. ഇനിയും എൻ്റെ പേരിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകരുത് എന്നാണ് വസിലി പറഞ്ഞത്. പക്ഷെ അപ്പോഴാണ് മേജർ കോണിഗ് ട്രെയിൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നുണ്ടാവുമെന്ന് താൻ താനിയോട് പറഞ്ഞുവെന്നും താനി അവിടേക്ക് പോയി എന്നും സാഷ വസിലിയോട് പറയുന്നത്. വേഗം തന്നെ വസിലി ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ താനി അവിടെ നിൽപ്പുണ്ടായിരുന്നു. വസിലി മരിച്ചിട്ടില്ല എന്ന് സാഷ അവളോട് പറഞ്ഞിരുന്നു. നീ മരിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു, കാരണം ഞാൻ ആദ്യമായി പ്രാർത്ഥിച്ചത് നീ മരിക്കരുത് എന്നാണെന്ന് താനി വസിലിയോട് പറഞ്ഞു. താനി ഇത് പറഞ്ഞപ്പോൾ വസിലി അവളെ ചുംബിക്കുന്നത് അവർക്ക് പിന്നാലെ അവിടേക്ക് എത്തിയ ഡാനിലോവ് കാണുന്നുണ്ടായിരുന്നു. തീരെ പ്രതീക്ഷിക്കാതെ അയാൾ അവിടെ കണ്ട കാഴ്ച അയാളുടെ ഹൃദയം തകർക്കുന്നതായിരുന്നുവെങ്കിലും ഒരു വാക്കുമിണ്ടാതെ ഡാനിലോവ് അവിടെ നിന്ന് മടങ്ങി. പക്ഷേ താനിയും വസിലിയും അവിടേക്ക് എത്തിയെന്ന് മറ്റൊരാൾ മനസ്സിലാക്കിയിരുന്നു. വസിലി അവിടേക്ക് എത്തുന്നതും കാത്ത് കോണിഗ് ആ ട്രെയിൻ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. സാഷ തന്നെ ചതിക്കുക തന്നെയായിരുന്നുവെന്ന് കോണിഗ് ഉറപ്പിച്ചു. പക്ഷെ ഇപ്പോഴും വസിലി മതിലുകൾക്കപ്പുറമായിരുന്നതുകൊണ്ട് തന്നെ കോണിഗിന് ഇത്തവണയും അയാളെ വെടിവെച്ചിടാൻ കഴിഞ്ഞില്ല. ഇതേ സമയം തന്നെ താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് വിശ്വസിച്ച ഡാനിലോവ് വേഗം തന്നെ പ്രസ്സിലേക്കെത്തി മേലുദ്യോഗസ്ഥർക്ക് കുറച്ച് കത്തുകൾ അച്ചടിക്കാൻ ആരംഭിച്ചു. വസിലി സൈറ്റ്സേവ് രാജ്യത്തോടുള്ള തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുകയാണ് എന്നും മേജർ കോണിഗും അയാളുമായി എന്തെങ്കിലും ഉടമ്പടിയിൽ എത്തിയതായി താൻ സംശയിക്കുന്നുവെന്നും എഴുതി ഡാനിലോവ് ആ കത്ത് മേലുദ്യോഗസ്ഥർക്ക് അയക്കാൻ ആവശ്യപ്പെട്ടു. പുലർച്ചയോടെ തന്നെ ട്രെയിൻ സ്റ്റേഷനിലെ കാര്യങ്ങൾ എന്തായെന്നറിയാൻ അവിടേക്ക് പോയ സാഷ എത്തുന്നത് മേജർ കോണിഗിന് മുന്നിലേക്ക് തന്നെയാണ്. സാഷ, ഞാൻ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം ഇന്നും വസിലി മനസ്സിലാക്കി. ഞാൻ ആ കാര്യം നിന്നോട് മാത്രമല്ലേ പറഞ്ഞിരുന്നുള്ളൂ. നീയും എന്നെപ്പോലെ നിന്റെ രാജ്യത്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലാവും. നമ്മൾ രണ്ടുപേരും പട്ടാളക്കാർ തന്നെയാണ്, പക്ഷേ നമ്മൾ രണ്ടുപേരും ശത്രുക്കളാണ്. ഭയം നേങ്ങലടിച്ചുകൊണ്ടിരുന്ന സാഷയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കോണിഗ് അവനെ എവിടേക്കോ കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് തങ്ങളുടെ ക്യാമ്പിൽ വിശ്രമിക്കുമ്പോഴാണ് താനിയും വസിലിയും ദൂരെ ആ നടുക്കുന്ന കാഴ്ച കാണുന്നത്. ട്രെയിൻ സ്റ്റേഷനിലെ ഇലക്ട്രിക് പോസ്റ്റിൽ സാഷയെ കൊന്നു കെട്ടിത്തൂക്കിയിരിക്കുന്നു. തങ്ങളുടെ സാഷ തന്നെയാണ് അതെന്ന് മനസ്സിലായപ്പോൾ താനി നിലവിളിച്ചുകൊണ്ട് തൻ്റെ റൈഫിളുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും വസിലി അതിന് സമ്മതിച്ചില്ല. തങ്ങൾ സാഷയുടെ ശരീരത്തിനടുത്തേക്ക് ചെല്ലാനായി കോണിഗ് കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് വസിലിക്ക് അറിയാമായിരുന്നു. ഞാൻ അവനെ കൊന്നുകൊള്ളാമെന്ന് വാക്കുകൊടുത്ത് താനിയെ പറഞ്ഞ് മനസ്സിലാക്കി വസിലി അവളെ ഡാനിലോവിനടുത്തേക്ക് പറഞ്ഞയച്ചു. താനിയും ഡാനിലോവും സാഷയുടെ അമ്മ മിസ്സസ് ഫിലിപ്പോവിനടുത്തേക്ക് എത്തി സ്റ്റാലിൻഗ്രാഡ് ഉടനെ തന്നെ തകരുമെന്നും വേഗം തന്നെ വോൾഗ നദി കടന്നുകൊള്ളാനും അവരോട് പറഞ്ഞു. പക്ഷെ അപ്പോഴും സാഷയില്ലാതെ അവിടേക്ക് പോവാൻ ആ അമ്മ തയ്യാറായില്ല. സാഷ മരിച്ചുവെന്നവരോട് പറയാൻ ഡാനിലോവിനും താനിക്കും ധൈര്യമില്ലായിരുന്നു. സാഷ ജർമ്മൻ സേനയോടൊപ്പം ചേർന്നുവെന്നാണ് ഡാനിലോവ് അവരോട് പറഞ്ഞത്. തൻ്റെ മകൻ അങ്ങനെ ചെയ്യുമെന്ന് ആ അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് മാറ്റി പറഞ്ഞാൽ ആ അമ്മ തകർന്നു പോകുമെന്നറിയാവുന്നതുകൊണ്ടാവാം താനിക്കത് മാറ്റിപ്പറയാനും കഴിഞ്ഞില്ല. കുറേയേറെ നേരം അതോർത്ത് ദുഃഖിച്ചുവെങ്കിലും ജർമ്മൻ സേനയ്ക്കൊപ്പം ചേർന്നുവെങ്കിൽ തൻ്റെ മകനിപ്പോൾ സുരക്ഷിതനായിരിക്കുമെന്നാണ് ആ അമ്മ വിശ്വസിച്ചത്. ജർമ്മൻകാർ ഈ നഗരം പിടിച്ചടക്കുകയാണെങ്കിൽ സാഷയ്ക്ക് ഇവിടെ തന്നെ ജീവിക്കാമല്ലോ എന്നാണ് മിസ്സസ് ഫിലിപ്പോ ആശ്വസിച്ചത്. ഒടുവിൽ ഒരുവിധം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം തകർന്നു വീണുകൊണ്ടിരിക്കുന്ന നഗരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നവർക്കൊപ്പം താനിയും ഡാനിലോവും മിസ്സസ് ഫിലിപ്പോവിനെ നദീതീരത്തേക്ക് എത്തിച്ചു.
പക്ഷെ അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് അവർക്കടുത്തേക്ക് ഒരു ബോംബ് വന്ന് പതിക്കുന്നത്. സ്ഫോടനത്തിന്റെ പൊടിപടലങ്ങൾ കെട്ടടങ്ങിയപ്പോഴാണ് ശരീരത്തിൽ വലിയൊരു മുറിവുമായി താനി അവിടെ വീണ് കിടക്കുന്നത് ഡാനിലോവ് കണ്ടത്. ചലനമറ്റ് കിടന്നിരുന്ന അവളിൽ ഒരു ഇറ്റ് ജീവൻ അവശേഷിച്ചിരുന്നുവെങ്കിലും താനി ആ പരിക്ക് അതിജീവിക്കില്ല എന്ന് ഡാനിലോവിന് അറിയാമായിരുന്നു. പക്ഷേ നദിക്കക്കരെയുള്ള ആശുപത്രിയിൽ എത്തിച്ചാൽ അവളെ രക്ഷിക്കാൻ കഴിയുമെന്നറിയാവുന്ന മിസ്സിസ് ഫിലിപ്പോവ് തൻ്റെ ഒപ്പം അവളെയും അക്കരെ കടത്തണമെന്ന് അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരോട് കേണപേക്ഷിച്ചു. പട്ടാളക്കാർ സമ്മതിച്ചതോടെ താനിയെ ബോട്ടിലേക്ക് കയറ്റിയ ശേഷം താൻ സുരക്ഷിതമായി അക്കരയ്ക്ക് പോയി എന്നും മമ്മയുടെ കുട്ടി സന്തോഷമായിരിക്കണമെന്നും സാഷയ്ക്കൊരു കത്തെഴുതി മിസ്സിസ് ഫിലിപ്പോവ് അവിടെ ഉണ്ടായിരുന്ന പോസ്റ്റിൽ പതിച്ചു വച്ചു. പക്ഷേ തൻ്റെ മകൻ അതൊരിക്കലും കാണില്ല എന്ന് അമ്മയ്ക്കറിയില്ലായിരുന്നു. ശേഷം അവർ താനിയുമായി അക്കരയ്ക്ക് പോയെങ്കിലും താനി രക്ഷപ്പെടില്ല എന്ന നിരാശയിൽ ഡാനിലോവ് എത്തുന്നത് കോണികിനെ ലക്ഷ്യം വെച്ച് കാത്തിരിക്കുന്ന വസിലിക്കടുത്തേക്കാണ്. താനിക്ക് ഈ അവസ്ഥ വന്നതിലുള്ള അതിയായ ദുഃഖവും താൻ അവൾക്ക് വേണ്ടി വസിലിയെക്കുറിച്ച് കള്ളങ്ങൾ എഴുതി അയച്ചതിലുള്ള കുറ്റബോധവും പേറിയാണ് ഡാനിലോവ് അവിടേക്ക് എത്തിയത്. പക്ഷെ അപ്പോഴും കോണികിനെ തന്നെ തിരിഞ്ഞുകൊണ്ട് കണ്ണ് ചിമ്മാതെ ഇരുന്ന വസിലിക്ക് ഡാനിലോവ് പറയുന്നതൊന്നും മനസ്സിലായില്ല. താൻ ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നയാൾ പറഞ്ഞപ്പോഴാണ് വസിലിയുടെ കണ്ണുകൾ ഇടറിയത്. താനി മരിച്ചുവെന്ന് ഡാനിലോവ് പറഞ്ഞപ്പോൾ വസിലിയുടെ ഇറുക്കിയടച്ച കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. മേജർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഡാനിലോവ ജനാലയിലൂടെ ഉയർന്നു നോക്കിയതും കോണികിൻ്റെ ബുള്ളറ്റ് അയാളുടെ തല തുളച്ച് കടന്നുപോയി. പക്ഷേ ഇതിനോടകം വസിലി ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ടെത്തിയ കോണിക കരുതിയത് താൻ വെടിവെച്ചിട്ടത് വസിലിയെയാണെന്നാണ്. പക്ഷെ അത് ഉറപ്പിക്കണമെന്നുള്ളതുകൊണ്ട് താൻ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അയാൾക്ക് പുറത്തു വരേണ്ടി വന്നു. പതിയെ ശബ്ദമുണ്ടാക്കാതെ വസിലി ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കുമ്പോഴാണ് മേജർ അക്കാര്യം തിരിച്ചറിഞ്ഞത്. തൻ്റെ ഇടതുവശത്താരോ നിൽക്കുന്നുണ്ട്. വസിലി തന്നെയാണ് അത് എന്ന് കോണികിന് മനസ്സിലായിരുന്നു. തനിക്ക് നേരെ തോക്കും ചൂണ്ടി അയാൾ അടുത്ത് നിൽക്കുമ്പോൾ മേജറിനൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. മേജർ എർവിൻ കോണിക് തൻ്റെ തോൽവി സമ്മതിച്ച് പതിയെ തൊപ്പിയുരി തൻ്റെ നേർക്ക് തിരിഞ്ഞതും വസിലിയുടെ ബുള്ളറ്റ് അയാളുടെ തലച്ചോറ് ചിതറിച്ചു. പിന്നെയും നാളുകൾക്ക് ശേഷമാണ് താൻ സുഖം പ്രാപിച്ചുവെന്നും താൻ അക്കരെയുള്ള ആശുപത്രിയിലുണ്ട് എന്നുമുള്ള താനിയുടെ കത്ത് വസിലിക്ക് ലഭിക്കുന്നത്. യുദ്ധമൊന്നടങ്ങിയപ്പോൾ ഓടിപ്പിടിച്ച് വസിലി അവിടേക്ക് എത്തുമ്പോൾ താനി അവിടെ അയാളെ കാത്തിരിപ്പുണ്ടായിരുന്നു. മനുഷ്യരോരോരുത്തരായി മരിച്ചു വീഴുമ്പോഴും ആ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ യുദ്ധത്തിൻ്റെ ആദിപാദത്തിൽ പിന്തിരിഞ്ഞോടിയ സോവിയറ്റ് പട്ടാളത്തെയല്ല നാസികൾ പിന്നീട് കണ്ടത്. ജന്മനാടിനോടുള്ള സ്നേഹവും മരിച്ചു വീണ സഖാക്കൾ നൽകിയ ആവേശവും പേറി പൊരുതി നിന്ന ശക്തമായൊരു സൈന്യത്തെയാണ്. ഒപ്പം സോവിയറ്റ് യുദ്ധതന്ത്രങ്ങളോടും പിടിച്ചു നിൽക്കാനാവാതെ ഒടുവിൽ 1943 ഫെബ്രുവരി 2 നാസി പട്ടാളം റെഡ് ആർമിക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുക തന്നെ ചെയ്തു. ചരിത്രത്തിൽ ആ സംഭവം നാസി ജർമ്മനിയുടെ പതനത്തിൻ്റെ തുടക്കമായി രേഖപ്പെടുത്തപ്പെട്ടു.